ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ 23-നാണ് കേട്ടോ. അപ്പോൾ ലോക പുസ്തക ദിനം എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മൾ ഈ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് ഒരു 2-3 പുസ്തകമെങ്കിലും മിനിമം വായിക്കണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഒരു പുസ്തകമൊന്നും വായിച്ചിട്ട് കാര്യമില്ല, 2-3 പുസ്തകമെങ്കിലും മിനിമം വായിക്കണം. അതുപോലെ തന്നെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആവില്ല എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഏപ്രിൽ മാസം നമുക്ക് അറിഞ്ഞൂടെ, എന്താ ഏപ്രിൽ ഫുൾ, ഏപ്രിൽ ഫസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഏപ്രിൽ മാസം 23 എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അവിടെ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പോയിന്റാണ് 2022 ലോക പുസ്തക ദിന പ്രമേയം എന്താണെന്നുള്ളത്. എന്താ? റീഡ് സോ യു നെവർ ഫീൽ ലോ. എന്താണ്? റീഡ് സോ യു നെവർ ഫീൽ ലോ. അടുത്ത കണക്റ്റിംഗ് പോയിന്റ് 2022 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്ത നഗരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്വാദലജാരയാണ്, മെക്സിക്കോയിലെ ഗ്വാദലജാര. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുസ്തകം ഒരുപാട് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ജലധാര, തലയിലൊക്കെ ജലധാരയൊക്കെ വെക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ, ഗ്വാദലജാര. അതേപോലെ തന്നെ 2023 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തുള്ള നഗരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അക്രയാണ്, ഗാനയിലെ അക്ര. അപ്പോൾ ചിലവർക്ക് ഈ പുസ്തകമൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു ആക്രാന്തായിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ, അക്ര എന്നുള്ളത് ഓർക്കാം. അടുത്ത പോയിന്റ് നോക്കാം. ആഴക്കടൽ പര്യവേഷണത്തിനായിട്ട് മനുഷ്യനെ അയക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതാണ്? സമുദ്രയാനാണ്. ആഴക്കടൽ പര്യവേഷണത്തിനായിട്ട് മനുഷ്യനെ അയക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. അപ്പോൾ ഇന്ത്യയുടെ മനുഷ്യ സമുദ്ര ദൗത്യമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയുടെ മനുഷ്യ സമുദ്ര ദൗത്യമാണ് സമുദ്രയാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ പേടകമാണ് ഈ കൊടുത്തിട്ടുള്ള മത്സ്യ 6000 ആണ് കേട്ടോ. അപ്പം സമുദ്രയാൻ്റെ പേടകം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മത്സ്യ 6000. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ISROയും അതുപോലെ തന്നെ NIOTയും കൂടിയിട്ടാണ് കേട്ടോ. NIOT എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. അതേപോലെ തന്നെ അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ സമുദ്ര ഗവേഷണ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിലും ആൻസർ ഏതാണ്? സമുദ്രയാനാണ്. അപ്പോൾ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന്, ആഴക്കടൽ പര്യവേഷണത്തിനായിട്ട് മനുഷ്യനയക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ആഴക്കടലാണ്. അപ്പോൾ സമുദ്രം അല്ലേ, സമുദ്രയാൻ. ഇന്ത്യയുടെ മനുഷ്യ സമുദ്ര ദൗത്യമാണ്. ഇതിൻ്റെ പേടകം ചോദിക്കുകയാണെങ്കിൽ മത്സ്യ 6000 ആണ്, മത്സ്യ 6000. പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ISROയും NIOTയും കൂടി ചേർന്നിട്ടാണ്. ഇന്ത്യയുടെ സമുദ്ര ഗവേഷണ പദ്ധതിയാണെന്നും കൂടെ ഓർത്ത് വയ്ക്കുക. അവിടെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പോയിന്റും കൂടി ഉണ്ട്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വരുന്നത്? കൊൽക്കത്തയാണ് കേട്ടോ. എവിടെയാണ്? കൊൽക്കത്ത. അണ്ടർ വാട്ടറൊക്കെ ആയതുകൊണ്ട് അവിടെ കുറേ കോലും കട്ടയൊക്കെ ഉണ്ടാവുന്ന രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. കൊൽക്കത്തയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ടാങ്ക് വേദ മിസൈൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹെലിനയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ടാങ്ക് വേദ മിസൈലാണ് ഹെലിന. അതായത് എതിരാളികളുടെ യുദ്ധ ടാങ്കിനെ നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലാണ് ഹെലിന. അതായത് എതിരാളികളുടെ യുദ്ധ ടാങ്കിനെ നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലാണ് ഹെലിന. ഇനി നാഗ് എന്ന മിസൈലിൻ്റെ ഹെലികോപ്റ്റർ പതിപ്പാണ് ഹെലിന. അപ്പോൾ നാഗ് എന്ന മിസൈലിൻ്റെ ഹെലികോപ്റ്റർ വേർഷൻ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പതിപ്പാണ് ഹെലിന. പിന്നെ ധ്രുവ് എന്ന ഹെലികോപ്റ്ററിൽ വെച്ചിട്ടാണ് ഈ ഹെലിന എന്ന മിസൈൽ പരീക്ഷിക്കപ്പെട്ടത് കേട്ടോ. അപ്പോൾ ധ്രുവ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെലികോപ്റ്ററിൽ വെച്ചിട്ടാണ് ഈ ഹെലിന എന്ന മിസൈൽ പരീക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പോയിന്റ്സ് പറയാം. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ടാങ്ക് വേദ മിസൈലാണ് ഹെലിന. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളത്? എതിരാളികളുടെ യുദ്ധ ടാങ്കിനെ നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലാണ്. നാഗ് എന്ന മിസൈലിൻ്റെ ഹെലികോപ്റ്റർ പതിപ്പാണ് ഹെലിന. ധ്രുവ് എന്ന ഹെലികോപ്റ്ററിൽ വെച്ചിട്ടാണ് ഈ ഹെലിന എന്ന മിസൈൽ പരീക്ഷിക്കപ്പെട്ടത്. പിന്നെ വേറൊരു പോയിന്റ്, രാജസ്ഥാനിലെ പൊക്രാൻ ഫയറിംഗ് റേഞ്ചിൽ നിന്നാണ് ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത് കേട്ടോ. അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം. പിനാക്ക റോക്കറ്റിൻ്റെ പരിഷ്കരിച്ചിട്ടുള്ള പതിപ്പാണ് പിനാക്ക MK1. പിനാക്ക റോക്കറ്റിൻ്റെ പരിഷ്കരിച്ചിട്ടുള്ള പതിപ്പാണ് പിനാക്ക MK1. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പിനാക്ക ER ആണ്. അതായത് പിനാക്ക എക്സ്റ്റെൻഡഡ് റേഞ്ച് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നതാണ്, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. 2022 കുഞ്ഞുണ്ണി പുരസ്കാര ജേതാവ് ആരാണ്? ഗോപിനാഥ് മുതുകാടാണ്. 2022 കുഞ്ഞുണ്ണി പുരസ്കാര ജേതാവാണ് ഗോപിനാഥ് മുതുകാട്. അപ്പോൾ നമുക്ക് ഈ ഉണ്ണികൾക്കൊക്കെ ഈ മാജിക് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ? അപ്പം മജീഷ്യനാണല്ലോ ഗോപിനാഥ് മുതുകാട്. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇനി 2021 വിന്നേഴ്സ് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞുണ്ണി പുരസ്കാര ജേതാവ് ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ PP ശ്രീധരൻ ഉണ്ണി. ഇപ്പോൾ കുഞ്ഞുണ്ണി, ശ്രീധരൻ ഉണ്ണി, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഗോപിനാഥ് മുതുകാടാണ്, അവിടെയും ഒരു ഗോപി തന്നെയാണ് കേട്ടോ. ഗോപി പുതുക്കോടാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2020-2021 കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ആർദ്ര കേരള പുരസ്കാരം ലഭിച്ചത് മികച്ച പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കൊല്ലമാണ്. കോർപ്പറേഷനും കൊല്ലം കേട്ടോ. അപ്പോൾ ജില്ലാ പഞ്ചായത്തും കൊല്ലം, കോർപ്പറേഷനും കൊല്ലം.
ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മുല്ലശ്ശേരിയാണ്. അപ്പോൾ മുല്ലപ്പൂവൊക്കെ വിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ആ വഴിക്ക് പോയിട്ട് ബ്ലോക്ക് ആക്കി എന്നൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. ബ്ലോക്ക് പഞ്ചായത്ത് മുല്ലശ്ശേരി, തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. പിന്നെ മുനിസിപ്പാലിറ്റി ചോദിക്കുകയാണെങ്കിൽ പിറവമാണ്. മുനിസിപ്പാലിറ്റി പിറവം. ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ. നൂൽപ്പുഴ നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ, എവിടെയായിരുന്നു? അതായത് വാക്സിനേഷൻ പൂർത്തിയാക്കുന്ന ആദ്യ ട്രൈബൽ പഞ്ചായത്താണ് നൂൽപ്പുഴ. നമ്മൾ പറഞ്ഞിരുന്നില്ലേ വാക്സിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ മരുന്നിങ്ങനെ നൂല് പോലെയൊക്കെ വരും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ആ നൂൽപ്പുഴ, അത് ആ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഒന്നുകൂടെ പറയാം. 2020-2021 കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ആർദ്ര കേരള പുരസ്കാരമാണ് ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും കൊല്ലം, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മുല്ലശ്ശേരി, മുനിസിപ്പാലിറ്റി പിറവം, ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ. അടുത്ത പോയിന്റ് നോക്കാം. 2021 ഇടശ്ശേരി പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. PSC ബുള്ളറ്റിനുള്ളതാണ്. KV ശരത്ചന്ദ്രൻ, രാജ്മോഹൻ നീലേശ്വരം, എമിൽ മാധവി. ഇനി KV ശരത്ചന്ദ്രന്റെ കൃതി ചോദിക്കുകയാണെങ്കിൽ വിതയ്ക്കുന്നവന്റെ ഉപമ. രാജ്മോഹൻ നീലേശ്വരത്തിന്റെ കൃതി ചോദിക്കുകയാണെങ്കിൽ ജീവിതം തുന്നുമ്പോൾ. എമിൽ മാധവിയുടെ കുമരൂരു കള്ളന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ കേട്ടോ. അപ്പം ഇത് നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഇടശ്ശേരി എന്ന് പറയുമ്പോണ്ടല്ലോ നമ്മൾ ഈ ശരി എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അതായത് ശരി, സത്യമൊക്കെ എപ്പോഴും പറയുന്ന ഒരാളെ നമ്മൾ പറയില്ലേ, ഇവൻ ഭയങ്കര ഹരിശ്ചന്ദ്രനാണെന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഹരിശ്ചന്ദ്രൻ, ശരത്ചന്ദ്രൻ കേട്ടോ. അപ്പോൾ ശരി എന്ന് പറയുമ്പോൾ ശരത്ചന്ദ്രൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹരിശ്ചന്ദ്രനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉപമിച്ചു അല്ലേ. അപ്പോൾ അത് തന്നെയാണ് കൃതി വിതയ്ക്കുന്നവൻ്റെ ഉപമ. ഓക്കെ, അപ്പോൾ KV ശരത്ചന്ദ്രൻ കൃതി ചോദിക്കുകയാണെങ്കിൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ. പിന്നെ രാജ്മോഹൻ നീലേശ്വരം ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. രാജ്മോഹൻ നീലേശ്വരം. പിന്നെ ജീവിതം തുന്നുമ്പോൾ, അതാണ് കൃതി കേട്ടോ, ജീവിതം തുന്നുമ്പോൾ. അടുത്തത് എമിൽ മാധവിയുടെ കൃതി ചോദിക്കുകയാണെങ്കിൽ കുമരൂരു കള്ളൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ്. അപ്പോൾ ശരി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് തെറ്റ് ചെയ്യുന്ന ഒരാളെ ആലോചിക്കുക കേട്ടോ. നമ്മുടെ മീശ മാധവനെയൊക്കെ ഓർത്താൽ മതി. അപ്പം മാധവി എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എമിൽ മാധവി. അപ്പം മീശ മാധവൻ എന്ന് പറഞ്ഞൊരു കള്ളനല്ലേ. അപ്പോൾ കുമരു ഒരു കള്ളൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ള രീതിയിലും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, എല്ലാതും പഠിക്കണമെന്നില്ല, ഒന്ന് കേട്ടു പോവാം കേട്ടോ. അപ്പോൾ 2021 ഇടശ്ശേരി പുരസ്കാര ജേതാക്കൾ KV ശരത്ചന്ദ്രൻ, ഉപമയായിട്ട് വിതയ്ക്കുന്നവൻ്റെ ഉപമ. രാജ്മോഹൻ നീലേശ്വരം, ചിലർ ശരി അല്ലെങ്കിൽ സത്യമൊക്കെ പറയുമ്പോൾ നീല കളറാവുന്നൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം. നീലേശ്വരം, ജീവിതം തുന്നുമ്പോൾ. എമിൽ മാധവിയുടെ കുമരൂരു കള്ളൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. സമ്മാനത്തുക 50,000 രൂപയാണ്. എത്രയാണ്? 50,000 രൂപ. അടുത്ത പോയിന്റ് നോക്കാം. പ്രഥമ വിമൺ റൈറ്റേഴ്സിൻ്റെ പുരസ്കാര ജേതാവ് സാറ ജോസഫാണ്. കൃതി ബുധിനി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. സാറ ജോസഫിൻ്റെ കൃതി ബുധിനി. സമ്മാനത്തുക 50,000 രൂപ. നൽകുന്നത് ഡിജിറ്റൽ മാധ്യമമായിട്ടുള്ള ഷീ ദ പീപ്പിൾ ആണ് കേട്ടോ. ഷീ ദ പീപ്പിൾ, കാരണം പ്രഥമ വുമൺ റൈറ്റേഴ്സ് അല്ല, അപ്പോൾ ഷീ ദ പീപ്പിൾ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം. 2020-2021 വർഷത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരണ പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് കേട്ടോ. തുടർച്ചയായിട്ട് 3-ാം തവണയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരണ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ല. ഇനി അവിടെ നമുക്ക് ഓർത്തു വെക്കേണ്ട കുറച്ച് പോയിന്റ്സും കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഏതൊക്കെയാണ്? മുഖത്തലയുണ്ട്, ലാളം ഉണ്ട് കേട്ടോ. മുഖത്തല കൊല്ലം ജില്ലയിൽ, ലാളം കോട്ടയം ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ബ്ലോക്കൊക്കെ വരുന്ന സമയത്ത് പലരുടെയും നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ മാറില്ലേ, നമുക്കിങ്ങനെ ദേഷ്യമൊക്കെ വരും, അങ്ങനെ മുഖം മാറും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് മുഖത്തല. അതുപോലെ തന്നെ ലാളം, ഒരു പാലത്തിൻ്റെ അവിടെയൊക്കെയാണ് ലാളം പാലം എന്നൊക്കെ വെറുതെ കണക്ട് ചെയ്യുക. അവിടെയാണ് ബ്ലോക്ക് വന്നതെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരണ പുരസ്കാരമാണ് പറയുന്നത്. അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അളഗപ്പ നഗർ തൃശ്ശൂർ ജില്ലയിലെ, ശാസ്താംകോട്ട കൊല്ലം, പാപ്പിനിശ്ശേരി കണ്ണൂർ. ഓക്കെ, അപ്പോൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അളഗപ്പ നഗർ, ശാസ്താംകോട്ട, പാപ്പിനിശ്ശേരി. ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അളഗപ്പ നഗർ, ശാസ്താംകോട്ട, പാപ്പിനിശ്ശേരി. ഇപ്പോൾ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ അധികം പാപമൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പാപ്പിനിശ്ശേരി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. കണ്ണൂർ ജില്ലയിലെ. പിന്നെ ശാസ്താംകോട്ട ഒരു കോട്ടയുള്ള ഒരു ഗ്രാമമാണെന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അളഗപ്പ നഗറും. അപ്പോൾ ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ്. തിരുവനന്തപുരം ജില്ലയ്ക്കാണ് തുടർച്ചയായിട്ട് 3 തവണ കിട്ടിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മുഖത്തല, ലാളം. പിന്നെ ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അളഗപ്പ നഗർ, ശാസ്താംകോട്ട, പാപ്പിനിശ്ശേരി. ഇനി അടുത്ത പോയിന്റ് നോക്കാം. നീതി ആയോഗിൻ്റെ ഊർജ്ജ കാലാവസ്ഥ സൂചികയിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഗുജറാത്ത്. നമ്മൾ ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഊർജ്ജം നമുക്ക് രാത്രി ഇരുന്ന് പഠിക്കുമ്പോഴേക്കായിരിക്കും കൂടുതൽ ഊർജ്ജം കിട്ടുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അല്ലെ. ഊർജ്ജ കാലാവസ്ഥ സൂചികയിലാണ്. 2-ാം സ്ഥാനം കേരളം, 3-ാം സ്ഥാനം പഞ്ചാബ്. ചെറിയ സംസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ 1-ാം സ്ഥാനം ഗോവ, 2-ാം സ്ഥാനം ത്രിപുര, അതുപോലെ തന്നെ 3-ാം സ്ഥാനം മണിപ്പൂരാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വയ്ക്കണേ. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടർ
ഡോക്ടർ റോയ് ചാലിയാണ്. അപ്പോൾ നമ്മുടെ വൃക്ക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ചാലുകൾ പോലെയൊക്കെ ഇങ്ങനെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഡോക്ടർ റോയ് ചാലി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ 3ാമത്തെ ദേശീയ ജലശക്തി പുരസ്കാരത്തിന്റെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലയായിട്ട് മാറിയത് തിരുവനന്തപുരം. അപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി കേട്ടോ, തിരുവനന്തപുരത്തിന്റെ. ഓർത്ത് വെച്ചേക്കുക, കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ 3ാമത്തെ ദേശീയ ജലശക്തി പുരസ്കാരത്തിന്റെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലയായിട്ട് മാറിയത് തിരുവനന്തപുരം. അടുത്ത പോയിന്റ്, കേരളത്തിൽ ബസ് ചാർജ് വർധനവിന് ശുപാർശ ചെയ്തിട്ടുള്ള കമ്മിറ്റി ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്ന പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിലെ ബസ് ചാർജ് വർധനവിന് ശുപാർശ ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ. അന്തരിച്ചിട്ടുള്ള കൈനകരി തങ്കരാജ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഏതാണ്? നാടക ചലച്ചിത്ര നടനാണ്. അപ്പോൾ നമ്മൾ ഈ നാടകത്തിലും ചലച്ചിത്രത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ പലപ്പോഴൊക്കെ ഇങ്ങനെ മുഖത്ത് കരിയൊക്കെ തേക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ. അന്തരിച്ച കൈനകരി തങ്കരാജ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? നാടക ചലച്ചിത്ര നടൻ. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ സ്ഥാപിതമായിട്ടുള്ളത് ലുധിയാനയിലാണ് കേട്ടോ, പഞ്ചാബിലെ ലുധിയാനയിലാണ്. മുമ്പ് എവിടെയായിരുന്നു? വെസ്റ്റ് ബംഗാളിലാണ് അല്ല, ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ. ഇപ്പം അത് മാറിയിട്ട് എവിടെയാണ്? ലുധിയാനയാണ് കേട്ടോ ഏറ്റവും വലിയ സോളാർ ട്രീ എന്ന് പറയുമ്പോൾ നല്ല പൊക്കമാണ്, അതുപോലെ തന്നെ ഒരു ആനയ്ക്ക് നല്ല പൊക്കമാണ്. ലുധിയാന പഞ്ചാബിൽ കേട്ടോ. അവിടെ തന്നെ പഠിച്ചു വെച്ചേക്കുക, പഞ്ചാബിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഭഗവത് മാൻ ആണ്. പഞ്ചാബിന്റെ പുതിയ മുഖ്യമന്ത്രി ഭഗവത് മാൻ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര പീസ് സെന്റർ നിലവിൽ വരുന്നത് ഗുരുഗ്രാം ഹരിയാനയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര പീസ് സെന്റർ നിലവിൽ വരുന്ന എവിടെയാണ്? ഗുരുഗ്രാമിലാണ്. അപ്പോൾ ഗുരുഗ്രാമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ATM സെന്റർ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുരുഗ്രാമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പേരെന്തായിരുന്നു? അന്നപൂർത്തി. 2022 സ്വിസ് ഓപ്പൺ വനിതാ ബാഡ്മിൻ്റൺ കിരീടം നേടിയത് PV സിന്ധു. സ്വിസ് ഓപ്പൺ ആണ്, ഇപ്പോൾ സ്വിസ് ഓപ്പൺ PV സിന്ധു കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2021 BBC ഇന്ത്യൻ വനിതാ കായിക പുരസ്കാരം ലഭിച്ചിട്ടുള്ള മികച്ച താരം മീരാബായി ചാനു. യുവ വാഗ്ദാനം ഷഫാലി വർമ്മയാണ് കേട്ടോ. യുവ വാഗ്ദാനം ഷഫാലി വർമ്മ. ആജീവനാന്ത പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കർണമലേശ്വരിക്കാണ്. ഓക്കെ, അപ്പോൾ 2021 BBC ഇന്ത്യൻ വനിതാ കായിക പുരസ്കാരത്തിലെ മികച്ച താരം മീരാബായി ചാനു, യുവ വാഗ്ദാനം ഷഫാലി വർമ്മ, ആജീവനാന്ത പുരസ്കാരം കർണമലേശ്വരി. അടുത്ത പോയിന്റ് നോക്കാം. അപ്പോൾ 2022 സ്വിസ് ഓപ്പൺ വനിതാ ബാഡ്മിൻ്റൺ കിരീടം നേടിയത് സ്വിസ് സിന്ധു അല്ലേ. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര പീസ് സെന്റർ നിലവിൽ വരുന്നത് ഗുരുഗ്രാം ഹരിയാന. അടുത്ത പോയിന്റ്, 2022 സാഫ് അണ്ടർ 18 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. 2022 സാഫ് അണ്ടർ 18 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ നമ്മുടെ ഇന്ത്യയാണ്. 2022 വനിതാ ഏകദിന ക്രിക്കറ്റിന്റെ ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിട്ടാണ് ഓസ്ട്രേലിയ ജേതാക്കളായത് കേട്ടോ. 2022 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളാണ് ഓസ്ട്രേലിയ. രണ്ടാമത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം വീര എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേദി ബാംഗ്ലൂരാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മാസ്കോട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം വീര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആനയാണ്. അതിൻ്റെ വേദി നടക്കുന്ന എവിടെയാണ്? ബാംഗ്ലൂരു. അടുത്ത പോയിന്റ് നോക്കാം. നാറ്റോ സൈനിക സംഘത്തിന്റെ സെക്രട്ടറി ജനറലായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ് കേട്ടോ. ആരാണ്? ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. ഹംഗറിയുടെ പ്രധാനമന്ത്രിയായിട്ട് 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ വിക്ടർ ഓർബാൻ ആണ്. ഹംഗറിയുടെ പ്രധാനമന്ത്രിയായിട്ട് 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? വിക്ടർ ഓർബാൻ. ഹംഗറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബണ്ണൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല അല്ലേ. ഓർബാൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക, വിക്ടർ ഓർബാൻ. അപ്പം ഈ പറഞ്ഞുള്ള പോയിന്റ്സ് ഒന്ന് വേഗം നോക്കാം. 2022 സാഫ് അണ്ടർ 18 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ. 2022 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. രണ്ടാം ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം വീര എന്ന് പറഞ്ഞിട്ടുള്ള ആന അല്ലെ. വേദി ചോദിക്കുകയാണെങ്കിൽ ബാംഗ്ലൂരു. നാറ്റോ സൈനിക സംഘത്തിന്റെ സെക്രട്ടറി ജനറലായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ജെൻ സ്റ്റോൾട്ടൻബർഗ്. ഹംഗറിയുടെ പ്രധാനമന്ത്രിയായിട്ട് 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വിക്ടർ ഓർബാൻ. അടുത്ത പോയിന്റ് നോക്കാം. 2021 ലോക സുന്ദരി പട്ടം നേടിയത്, അതായത് മിസ് വേൾഡ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കരോലിന ബെയിലാവ്സ്കയാണ് കേട്ടോ. കരോലിന ബെയിലാവ്സ്ക. അപ്പോൾ ലോക സുന്ദരി പട്ടം മിസ് വേൾഡ് ആണ്. അപ്പം ഒരുപാട് പേരുടെയൊക്കെ ഹൃദയം കവർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കരള് കവർന്നിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ കരോലിന ബെയിലാവ്സ്ക ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തിടെ ഗവേഷകർ 4 പുതിയ ഇനം രത്നവണ്ടുകളെ കണ്ടെത്തി. രത്നവണ്ടുകളൊക്കെയാണ് അല്ലേ. എവിടെയാണ്? സൈലന്റ് വാലി. അപ്പോൾ രത്നവണ്ടുകളായതുകൊണ്ട് തന്നെ സൈലന്റ് ആയിട്ടൊക്കെ ഇരുന്നു എന്ന് ആലോചിക്കട്ടോ. രത്നമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും മിണ്ടാതൊക്കെ ഇരുന്നു, സൈലന്റ് ആയിട്ടൊക്കെ ഇരുന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യും. സൈലന്റ് വാലി. കഥകളി ആചാര്യൻ വടവൂർ വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായിട്ട് കഥകളി മ്യൂസിയം സ്ഥാപിക്കുന്നത് പള്ളിക്കലാണ് കേട്ടോ. തിരുവനന്തപുരത്ത് പള്ളിക്കലാണ്.
അടുത്ത പോയിന്റ് നോക്കാം. ചെന്നൈ പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള മികച്ച പാർലമെന്റ് അംഗങ്ങൾക്കുള്ള സൻസദ് രത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിലെ MP-മാരാണ്. സൻസദ് ആരൊക്കെയാണ്? NK പ്രേമചന്ദ്രനും KK രാഗേഷ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സൻസദ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സദസ്സ് എന്നുള്ള രീതിയിലൊക്കെ എടുക്കാമല്ലോ. സദസ്സ് ഒരു സദസ്സിൽ ആരോ ഒരു പ്രേമരാഗം പാടി എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. പ്രേമരാഗം, അതായത് പ്രേമചന്ദ്രനും KK രാഗേഷും. ഓക്കെ, അപ്പോൾ സൻസദ് രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ള കേരളത്തിലെ MP-മാർ ആരൊക്കെയാണ്? NK പ്രേമചന്ദ്രനും KK രാഗേഷും. അടുത്ത പോയിന്റ്, വാഹനങ്ങളിലെ അമിത ലൈറ്റ് പിടികൂടുന്നതിനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫോക്കസ്. അമിതമായിട്ടുള്ള ലൈറ്റ് ഒക്കെ ആണെങ്കിൽ അത് ഫോക്കസ് ചെയ്യാന്നൊക്കെ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ ഫോക്കസ് ആട്ടോ, ഓപ്പറേഷൻ ഫോക്കസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്കൂളുകളിൽ കാലാവസ്ഥ കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്കൂളുകളിൽ കാലാവസ്ഥ കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് സോളാർ വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനമാണ് NIT കോഴിക്കോട്. അപ്പോൾ കോഴി ഭയങ്കര ചൂടാണ്, സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് സോളർ വികസിപ്പിച്ച കേരളത്തിലെ സ്ഥാപനമാണ് NIT കോഴിക്കോട്. അപ്പോൾ സൻസദ് പ്രേമചന്ദ്രനും KK രാഗേഷും മറക്കണ്ട. അടുത്ത പോയിന്റ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. അപ്പോൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. അടുത്ത പോയിന്റ്, ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഒന്ന് കേട്ടുപോയാൽ മതി. 17-ാം നൂറ്റാണ്ടിലെ കേരളവും ഡച്ചുകാരും തമ്മിലുള്ള ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന പുസ്തകം ഏതാ? കോസ്മോസ് മലബാറിക്കാസ്. ഓക്കെ, 17-ാം നൂറ്റാണ്ടിലെ കേരളവും ഡച്ചുകാരും തമ്മിലുള്ള ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണ് കോസ്മോസ് മലബാറിക്കാസ്. കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന പുസ്തകം രചിച്ചത് K ബാലകൃഷ്ണനാണ് കേട്ടോ. കമ്മ്യൂണിസ്റ്റ് കാ വച്ചിട്ട് തന്നെ K ബാലകൃഷ്ണൻ. കമ്മ്യൂണിസ്റ്റ് കേരളം K ബാലകൃഷ്ണൻ. മഹാപ്രളയം എന്ന പുസ്തകം എഴുതിയത് B സന്ധ്യയാണ്. മഹാപ്രളയം എന്ന പുസ്തകം എഴുതിയത് B സന്ധ്യ. പ്രളയം സന്ധ്യ നേരത്താണ് വന്നതെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. B സന്ധ്യയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ചോദിക്കുകയാണെങ്കിൽ കപ്പയാണ് കേട്ടോ. ഏത് വിളയാണ്? കപ്പയാണ്. ഇനി ഏറ്റവും കൂടുതൽ കപ്പ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയാണ്. കപ്പ കൊല്ലം. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധന ലാബുള്ള ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധന ലാബുള്ള ആദ്യത്തെ സംസ്ഥാനം ഇതാണ്, കേരളം. 2021 10ാമത്തെ കേരള കലാകേന്ദ്രം കമല സുരയ്യ ചെറുകഥ അവാർഡ് നേടിയത് സുധാ തെക്കേമഠമാണ് കേട്ടോ. സുധാ തെക്കേമഠത്തിനാണ്. ഓക്കെ, അപ്പോൾ കമല സുരയ്യ ചെറുകഥയാണ്. കഥ എന്ന് പറയുമ്പോൾ കഥ സുധ. ഓക്കെ, അപ്പോൾ സുധാ തെക്കേമഠമാണ് കേട്ടോ. കമല സുരയ്യ ചെറുകഥ അവാർഡ് നേടിയത് സുധാ തെക്കേമഠം. കൃതി ചോദിക്കുകയാണെങ്കിൽ ആലിദാസൻ. ഏതാണ്? ആലിദാസൻ. അടുത്ത പോയിന്റ് നോക്കാം. 2021 തോന്നയ്ക്കൽ കുമാരനാശൻ ദേശീയ സ്മാരക ഇൻസ്റ്റിറ്റ്യൂട്ട് വീണപൂവ് ശതാബ്ദി പുരസ്കാരം നേടിയത് K ജയകുമാറിനാണ് കേട്ടോ. കൃതി ചോദിക്കുകയാണെങ്കിൽ വീണപൂവ് വിത്തും വൃക്ഷവും. അപ്പോൾ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയൊക്കെ വീണ് കഴിഞ്ഞാലും നമ്മൾ അവിടെ നിന്ന് എണീറ്റ് ജയിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. K ജയകുമാറാണ്. K ജയകുമാർ. കൃതി ചോദിക്കുകയാണെങ്കിൽ വീണപൂവ് വിത്തും വൃക്ഷവും. അപ്പം കമല സുരയ്യ ചെറുകഥ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന ചെറുകഥ സുധ അല്ലേ? സുധ. കൃതി ചോദിക്കുകയാണെങ്കിൽ ആലിദാസൻ. അടുത്ത പോയിന്റ്, അതിഥി തൊഴിലാളികളുടെ ഓൺലൈൻ രജിസ്ട്രേഷനായിട്ട് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ഗസ്റ്റ് ആപ്പ്. അതിഥി തൊഴിലാളികളല്ലേ, അപ്പോൾ അവരെ നമ്മളൊരു ഗസ്റ്റ് പോലെ കാണാം കേട്ടോ. അപ്പോൾ ഗസ്റ്റ് ആപ്പ് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിൽ ഏത് രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനാണ് ആരോഗ്യ വകുപ്പ് മൃത്യുഞ്ജയം ക്യാമ്പയിൻ ആരംഭിച്ചത്? എലിപ്പനിക്കാണ് കേട്ടോ. കേരളത്തിലെ ഏത് രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനാണ് ആരോഗ്യ വകുപ്പ് മൃത്യുഞ്ജയം ക്യാമ്പയിൻ ആരംഭിച്ചത്? എലിപ്പനി. അടുത്തത്, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്നത് വള്ളക്കടവാണ്. സമുദ്ര മ്യൂസിയം അല്ലേ, അപ്പോൾ വള്ളം, വഞ്ചി, സമുദ്രവും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്നത് വള്ളക്കടവാണ്. അടുത്ത് നമുക്ക് ബാഫ്ത അവാർഡ് നോക്കാം. 75ാമത്തെ ബാഫ്ത അവാർഡാണ് 2022 കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിലെ മികച്ച സംവിധായകൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജെയിൻ ക്യാമ്പ്യൻ ആണ്. ആരാണ്? ജെയിൻ ക്യാമ്പ്യൻ. പവർ ഓഫ് ദി ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിലാണ് കേട്ടോ. പവർ ഓഫ് ദി ഡോഗ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് ബെസ്റ്റ് ഡയറക്ടറാണ്. നമ്മൾ പറയില്ല, ഒരു സിനിമ ജയിച്ചു കഴിഞ്ഞാൽ അതിലെ ചാമ്പ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ടറാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ചാമ്പ്യൻ, ക്യാമ്പയിൻ എന്നൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ ദ പവർ ഓഫ് ദി ഡോഗ് ആണ് കേട്ടോ. ഏതാണ്? ദ പവർ ഓഫ് ദി ഡോഗ്. മികച്ച നടൻ വിൽ സ്മിത്ത്, കിങ് റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിലാണ്. മികച്ച നടി ജോവന സ്കാൻലൻ ആണ് കേട്ടോ. ജോവന സ്കാൻലൻ, ആഫ്റ്റർ ലവ്. മികച്ച വിദേശ ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഡ്രൈവ് മൈ കാർ. നമ്മൾ വിദേശത്തൊക്കെ പോകുന്നത് കാറൊക്കെ ഓടിച്ചിട്ടാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഡ്രൈവ് മൈ കാർ. മികച്ച നടൻ വിൽ സ്മിത്ത്, മികച്ച നടി ജോവന സ്കാൻലൻ. മികച്ച ആനിമേറ്റഡ് ചിത്രമാണ് എൻകാൻറ്റോ. ഓക്കെ, മികച്ച ആനിമേറ്റഡ് ചിത്രമാണ്. ആനിമേറ്റഡ് ചിത്രമൊക്കെ കണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? എൻകാൻറ്റോ, കണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. എൻകാൻറ്റോ. മികച്ച സഹനടൻ ട്രോയ് കോട്സർ ആണ്. മികച്ച സഹനടനാണ്. അപ്പം മികച്ച സഹനടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റോളർ കോസ്റ്ററൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ. റോളർ കോസ്റ്ററൊക്കെ ഇല്ലേ,
അപ്പോൾ അതിലൊക്കെ കയറുമ്പോൾ നമ്മളിങ്ങനെ സഹിച്ചിരിക്കില്ലേ, പേടിച്ചിട്ട് സഹിച്ചൊക്കെ ഇരിക്കില്ലേ. അപ്പോൾ അതുപോലെ തന്നെ മികച്ച സഹനടനാണ് ട്രോയ് കോട്ട്സർ. നമ്മുടെ റോളർ കോസ്റ്റർ ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. അടുത്തത് 2020 തകഴി സാഹിത്യ പുരസ്കാരത്തിന് ഡോക്ടർ എം ലീലാവതി അർഹയായി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. തകഴി സാഹിത്യ പുരസ്കാരം 2020 കിട്ടിയിട്ടുള്ളത് എം ലീലാവതിക്കാണ്. അടുത്ത പോയിന്റ് നോക്കാം. എല്ലാ ഗ്രാമപഞ്ചായത്തിലും കമ്മ്യൂണിറ്റി ലൈബ്രറി ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ജാംതാര, ജാർഖണ്ഡിലെ കേട്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞാണ് അല്ലേ, ലൈബ്രറിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ജാറൊക്കെ വേണം, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളമൊക്കെ കുടിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. ജാംതാരം കൂടെ കണക്ട് ചെയ്യാം കേട്ടോ, ജാംതാര. അടുത്ത പോയിന്റ്, UPSCയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ഡോക്ടർ മനോജ് സോണി. UPSC സോണി കേട്ടോ, മനോജ് സോണിയാണ് UPSCയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ഡോക്ടർ മനോജ് സോണി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് പാലിയാണ്, ജമ്മു ആൻഡ് കാശ്മീരിലെ പാലിയാണ് കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. കാർബൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് കളർ അല്ലെ, ഒരു കറുത്ത കളറായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. പാലിൻ്റെ നിറം എന്നുള്ള രീതിയിൽ വെള്ള കളർ, പാലി, ജമ്മു ആൻഡ് കാശ്മീരിലെ പാലി. അടുത്തത്, വന്യമൃഗങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇക്വഡോർ കേട്ടോ. വന്യമൃഗങ്ങൾക്ക് നിയമപരമായിട്ട് അവകാശങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇക്വഡോർ. വന്യമൃഗങ്ങളൊക്കെയാണ് ഡോറൊക്കെ അടച്ചിരിക്കണം, അതുപോലെ തന്നെ അവർക്ക് ഈക്വൽ റൈറ്റ്സ് കിട്ടണം എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. അവകാശങ്ങളൊക്കെ കിട്ടാനല്ല, അപ്പോൾ ഈക്വൽ റൈറ്റ്സ് കിട്ടുക എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇക്വഡോർ ആണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. പൂർണ്ണമായും വനിതകളുടെ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് ഹൈദരാബാദാണ്. അപ്പോൾ ഭയങ്കര ഇൻഡസ്ട്രിയലൊക്കെ അല്ലേ, അപ്പോൾ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു പാർക്കൊക്കെ ആയിരിക്കും ഹൈദരാബാദ് കേട്ടോ. അംഗനവാടി കുട്ടികളിലെ കുഷ്ഠരോഗം നേരത്തെ കണ്ടെത്തുന്നതിന് ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ബാലമിത്ര. അംഗനവാടി കുട്ടികളിലെ കുഷ്ഠരോഗം നേരത്തെ കണ്ടെത്തുന്നതിന് ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ബാലമിത്ര. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ചില്ലു എന്ന് പറഞ്ഞിട്ടുള്ള അണ്ണാങ്കുഞ്ഞാണ് കേട്ടോ. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചില്ലു എന്ന് പറഞ്ഞിട്ടുള്ള അണ്ണാങ്കുഞ്ഞാണ്. അപ്പോൾ വനിതകളുടെ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ്? ഹൈദരാബാദ്. അംഗനവാടി കുട്ടികളിലെ കുഷ്ഠരോഗം നേരത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ബാലമിത്ര. പിന്നെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നമാണ് ചില്ലു എന്ന് പറഞ്ഞിട്ടുള്ള അണ്ണാങ്കുഞ്ഞ്. ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് പട്ടികയിലെ ലോകത്തിലെ മരങ്ങളുടെ നഗരം ആയിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യൻ നഗരങ്ങൾ ട്രീ ആണ്. അപ്പോൾ ഭയങ്കര ഹൈറ്റ് ആയിരിക്കും. ഹൈദരാബാദും അതുപോലെ തന്നെ മുംബൈയും ഓർത്ത് വയ്ക്കട്ടോ, ഹൈദരാബാദും മുംബൈയും. നീതി ആയോഗിന്റെ പ്രഥമ ഊർജ്ജ കാലാവസ്ഥ സൂചികയിൽ ഒന്നാമതെയുള്ള സ്ഥാനം നമ്മൾ പറഞ്ഞതാണ് ഗുജറാത്താണ്. രാത്രിയൊക്കെ നല്ല രീതിയിലിരുന്ന് പഠിക്കണം അല്ല, നല്ല ഊർജ്ജം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. രണ്ടാം സ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായിട്ട് മരാമത്ത് പണികൾ ഓൺലൈനായിട്ട് അറിയാനുള്ള സർക്കാർ സംവിധാനമാണ് തൊട്ടറിയാം PWD. ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, തൊട്ടറിയാം PWD. 2022 ഏപ്രിൽ 10 അന്തരിച്ചിട്ടുള്ള സംസ്ഥാന മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജോസഫൈൻ ആണ് അല്ലെ, MC ജോസഫൈൻ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയും കിർഗിസ്ഥാനും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ഗഞ്ചാർ 2022. അതിന്റെ വേദി ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്താ, കഞ്ചാവൊക്കെ അടിക്കുന്ന സമയത്ത് കഞ്ചാവൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിറങ്ങിയിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ത്യയും കിർഗിസ്ഥാനും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ഗഞ്ചാർ. UN മനുഷ്യാവകാശ സമിതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യമാണ് റഷ്യ. ഓക്കെ, UN മനുഷ്യാവകാശ സമിതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യമാണ് റഷ്യ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ക്ലാസ്സിനെ കുറിച്ചുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ട്.